ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ നീറ്റ് സീരീസ്. മക്കളെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന നിങ്ങൾക്ക് 2 to 4 ക്വസ്റ്റ്യൻസ്, യൂഷ്വൽ കേസിൽ 2 ആൻഡ് സംടൈംസ് 3 വരാറുണ്ട്, ആൻഡ് മേ ബി 4 ക്വസ്റ്റ്യൻസ് വരെ എന്തായാലും നിങ്ങൾക്ക് 2 to 3 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഇതിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ദറ്റ് ഈസ് ഏർലി കോൺസെപ്റ്റ് ഓൺ ഹെൽത്ത് ആണ്. ഹെൽത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ കോൺസെപ്റ്റ് എന്താ? ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ് ആയിരുന്നു അല്ലെ. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഹിപ്പോക്രാറ്റസിനെ പോലെയുള്ള ഗ്രീക്ക് ചിന്തകരും ഇന്ത്യൻ ആയുർവേദ സിസ്റ്റമാണ് ഇത് പറഞ്ഞത്. ഇതിലെന്താ, ചില ഹ്യൂമറുകൾ ബോഡിയിലുണ്ട്, അതിന്റെ ബാലൻസ് കാരണമാണ് രോഗം വരുന്നത്. ബ്ലാക്ക് ബൈൽ ഉള്ള ആളുകൾക്ക് പനി ഉണ്ടാകും, ചൂടൻ സ്വഭാവമാവും, ഹോട്ട് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും എന്നൊക്കെ പറയുന്നത്. നൗ ഇറ്റ് വാസ് ഡിസ്പ്രൂവ്ഡ് ബൈ ആരൊക്കെ ഇത് ഡിസ്പ്രൂവ് ചെയ്യാൻ കാരണമായത്? ഒന്ന്, ഡിസ്കവറി ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ബൈ വില്യം ഹാർവേ ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തി. പിന്നെ ഡെമോൺസ്ട്രേഷൻ ഓഫ് നോർമൽ ബോഡി ടെമ്പറേച്ചർ ഇൻ പേഴ്സൺ വിത്ത് ബ്ലാക്ക് ബൈൽ ഉണ്ട് എന്ന് പറയപ്പെട്ടിരുന്ന അവർ പണ്ട് ആൾക്കാർക്ക് ചൂടൻ സ്വഭാവമാണെങ്കിൽ പറയും ഇയാൾക്ക് ബ്ലാക്ക് ബൈൽ ഉണ്ട് ബോഡിയിൽ, അപ്പോൾ ഇയാൾക്ക് ചൂടൻ സ്വഭാവമാണ്, ഇയാൾക്ക് പനി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് നോർമൽ ബോഡി ടെമ്പറേച്ചർ ഇൻ പേഴ്സൺ വിത്ത് ബ്ലാക്ക് ബൈൽ ഉള്ള ആളുകളിൽ ഉണ്ട് എന്ന് പറയപ്പെട്ടിരുന്നു. ബ്ലാക്ക് ബൈൽ എന്ന് പറഞ്ഞ സാധനം ഒന്നും ലോകത്തില്ല, ഇവരങ്ങോട്ട് പറഞ്ഞതാ ബോഡിയിൽ ബ്ലാക്ക് ബൈൽ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ ആൾക്കാരെ ബോഡി എടുത്ത് ടെമ്പറേച്ചർ നോക്കിയ സമയത്ത് നോർമൽ ടെമ്പറേച്ചർ ആണ്. എനിവേ, ഇത് ഡിസ്പ്രൂവ് ആയി. ഓക്കെ അല്ലേ മക്കളെ? അടുത്താണ് വാട്ട് ഈസ് ഹെൽത്ത്? കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. മൊത്തത്തിലുള്ള വെൽബീങ്ങിനെയാണ് ഹെൽത്ത് എന്ന് വിളിക്കുക. നോ, ഡിസീസ് കൺജനിറ്റൽ, ജന്മനാലുള്ള ഡിസീസ് ആവും, അല്ലെങ്കിൽ അക്വയർഡ്, നമുക്ക് പിന്നീട് വരുന്ന ഡിസീസ് ആവാം അല്ലെ. അക്വയർഡ് തന്നെ ഒന്നുകിൽ ഇൻഫെക്ഷ്യസ്, ഒരാൾ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നാവാം, അല്ലെങ്കിൽ നോൺ ഇൻഫെക്ഷ്യസ് ആവാം. ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാത്തോജൻസ് എന്ന് വിളിക്കുക. എനി ഡിസീസ് കോസിങ് ഓർഗാനിസം അല്ലെ. നമ്മൾക്ക് പ്രധാനമായിട്ട് കാണുന്ന പാത്തോജൻസ് ആണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ. അവരുണ്ടാക്കുന്ന രോഗങ്ങളാണ് അടുത്ത ഭാഗത്ത് പഠിക്കുന്നത്. ബാക്ടീരിയൽ ഡിസീസുകൾ ഏതൊക്കെയാ? ഒന്ന്, ടൈഫോയിഡ് അല്ലെങ്കിൽ എൻഡറിക് ഫീവർ അല്ലെ. 2, ന്യൂമോണിയയാണ് രണ്ടാമത്. 3, ഡിസെൻഡറി. അമീബിക് ഡിസെൻഡറി എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടോസോവൻ ഡിസീസാ, എൻഡമീബ ഉണ്ടാക്കുന്ന ഡിസീസാ. പക്ഷെ വെറും ഡിസെൻഡറി എന്ന് കേട്ടാൽ ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇനി പ്ലാഗ്, ഡിഫ്തീരിയ, ഇത്രയാണ് 5 ഡിസെൻഡറി, പ്ലാഗ്, ഡിഫ്തീരിയ, ന്യൂമോണിയ, ദെൻ എൻഡറിക് ഫീവർ അല്ലെങ്കിൽ ടൈഫോയിഡ്. ഓക്കെ അല്ലേ മക്കളെ? 5. ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ആളാരാ? സാൽമണല്ല ടൈഫി ആണ്. ടൈഫോയിഡ് നമുക്ക് എങ്ങനെ കിട്ടുക? കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെയും വാട്ടറിലൂടെയും ഇവർ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തും, അവിടെ മൾട്ടിപ്ലൈ ചെയ്യും, അവിടുന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് കയറിപ്പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെ. എന്തൊക്കെയാണ് നമുക്ക് ഇവരിങ്ങനെ കയറിപ്പോയി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുക? പനി, തലവേദന, ക്ഷീണം. അതാണത്, പനി, തലവേദന, ക്ഷീണം, നല്ല പനി ഉണ്ടാവും അല്ലെ. പിന്നെ വയറുമായി ബന്ധപ്പെട്ട 3 കാര്യം: വയറുവേദന, ഫുഡ് ഒന്നും അങ്ങോട്ട് കയറൂല, ഇറങ്ങിപ്പോകില്ല. കയറാത്തതിന് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ. ഇറങ്ങിപ്പോകാത്തത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം. ഓക്കെ അല്ലേ? സോ ദീസ് ആർ സിംറ്റംസ്. ഭയങ്കര എളുപ്പമല്ലേ? പനി, തലവേദന, ക്ഷീണം, മറ്റേത്. ദെൻ സിവിയർ കേസിൽ ഇൻഡസ്റ്റൈനൽ പെർഫോറേഷൻ ആൻഡ് ഡെത്ത്, ഇൻഡസ്റ്റൈൻ ഓട്ട വരാം, എന്നിട്ട് നിങ്ങൾ മരിച്ചു പോകാൻ കാരണം. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ആളാണ് നമ്മുടെ ടൈഫോയിഡ് മേരി ചേച്ചിന്റെ കഥ അല്ലേ. മേരി ചേച്ചിയുടെ പ്രത്യേകത എന്തായിരുന്നു? മേരി ചേച്ചി ഒരു കാരിയർ ആയിരുന്നു, പലർക്കും രോഗം കൊടുത്തിട്ടുണ്ടായിരുന്നു മേരി ചേച്ചിയിൽ നിന്ന് അല്ലേ. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്താണ് ന്യൂമോണിയ. നോക്കൂ, ന്യൂമോണിയ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും അല്ലേ. ദെൻ ഇത് നമുക്ക് എങ്ങനെ കിട്ടുക? ഒരു ന്യൂമോണിയ ഉള്ള ആൾ തുമ്മുകയോ ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡ്രോപ്ലെറ്റ് റിലീസ് ആവും, അത് നമ്മൾ ശ്വസിച്ച് ഉള്ളിലേക്ക് എടുക്കുക. അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത ഒബ്ജക്റ്റുകളും മറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. അവരുമായിട്ട് ഒബ്ജക്റ്റുകൾ ഷെയർ ചെയ്യുക, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ അതിലൂടെയും കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമ്മുടെ ഉള്ളിലേക്ക് ഈ ബാക്ടീരിയ എത്തിയാൽ പോയിട്ട് നമ്മുടെ ആൽവിയോളസിലെ പ്രശ്നം ഉണ്ടാക്കുക. ആൽവിയോളസിൽ ഫ്ലൂയിഡ് നിറയും. ആൽവിയോളസിൽ ഫ്ലൂയിഡ് നിറഞ്ഞാൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്തായാലും ഉണ്ടാവും, ബ്രീത്തിങ്ങിൽ പ്രശ്നം ഉണ്ടാവും അല്ലെ, ഗ്യാസ് എക്സ്ചേഞ്ചിൽ. ഇനി നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും? എന്തായാലും പനിയും തലവേദനയും ക്ഷീണം ഉണ്ടാവും. പനി വിത്ത് ചിൽസ്, കണ്ടോ, പനിയും വിറയലും ഉണ്ടാവും, തലവേദന, ക്ഷീണം ഉണ്ടാകും. ക്ലിയർ അല്ലേ? സിവിയർ കേസ് ആണെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നല്ല പ്രോപ്പറായിട്ട് നടക്കുകയേ ഇല്ല. അങ്ങനെ നടക്കാതായാലും ബോഡിയിൽ നമ്മുടെ ലിപ്സ്, ഫിംഗർ നെയിൽസ് ഒക്കെ ആദ്യം ഗ്രേ കളറാവും, പിന്നെ നീല നിറത്തിലേക്ക് മാറും. കാരണം എന്താ? ഓക്സിജന്റെ അളവും മറ്റൊക്കെ ബോഡിയിൽ കുറയുന്നുണ്ട്, ഗ്യാസ് എക്സ്ചേഞ്ച് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട്. അതാണ് സിവിയർ കേസിൽ സംഭവിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്താണ് വൈറൽ ഡിസീസ്. വൈറൽ ഡിസീസിന്റെ എക്സാമ്പിൾ നോക്കൂ, കോമൺ കോൾഡ് അല്ലെ. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കോമൺ കോൾഡ്. കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന ആളാരാ കുട്ടികളെ? റൈനോ വൈറസുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് വൈറസസ് ആണ്. നമുക്ക് ന്യൂമോണിയ എങ്ങനെയാണോ കിട്ടുക അതുപോലെയാണ് ഇത് കിട്ടുക. ഡ്രോപ്ലെറ്റ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുക, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഒബ്ജക്റ്റുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇനി ഇത് നമ്മുടെ നോസിനെയും നാസൽ ട്രാക്റ്റിനെയും, നാസൽ പാസേജിനെയും, നോസിനെയും പിന്നെ ത്രോട്ടിനെയും അഫക്ട് ചെയ്യുക. NCERT നോസ് ആൻഡ് നാസൽ പാസേജ് എന്ന് പറയുന്നത് മാത്രമല്ല, ത്രോട്ടിനെയും അഫക്ട് ചെയ്യും കേട്ടോ. ഇനി എന്തൊക്കെ നമുക്ക് സിംറ്റം ഉണ്ടാവുക? നോസിന് അഫക്ട് ചെയ്യുമ്പോൾ മൂക്ക് അടപ്പ്, ഒലിപ്പ്, നാസൽ കൺജഷൻ ആൻഡ് ഡിസ്ചാർജ്. ത്രോട്ടിനെ അഫക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുക? സോർ ത്രോട്ട്, തൊണ്ട വേദന ഉണ്ടാവും ത്രോട്ടിനെ അഫക്ട് ചെയ്യുന്ന സമയത്ത്. ദെൻ ഹോഴ്സ്നെസ് അല്ലെ, തൊണ്ടയിൽ ഇൻഫ്ലമേഷൻ വരുന്നതുകൊണ്ട് തന്നെ സൗണ്ട് പോവും. ദെൻ കൊഫ് ഉണ്ടാവും തൊണ്ടയുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെ ഓർത്താൽ മൂക്കുമായി ബന്ധപ്പെട്ട് 2 കാര്യം, തൊണ്ടയുമായി ബന്ധപ്പെട്ട് സോർ ത്രോട്ട്, ഹോഴ്സ്നെസ്, കഫ് അല്ലെ. പിന്നെ എന്തായാലും നിങ്ങൾക്ക് എന്തുണ്ടാവും? ടയേർഡ്നെസ് ഉണ്ടാവും. യൂഷ്വലി 3 to 7 days കൊണ്ട് ഇത് മാറിപ്പോവും.
ഓക്കെ ആണല്ലോ. അടുത്ത ഫംഗൽ ഡിസീസ്, റിംഗ് വേം ആണ് എക്സാമ്പിൾ അല്ലേ. 3 ജീനസിൽപ്പെട്ട ഫംഗസുകളാണ് നമുക്ക് റിംഗ് വേം ഉണ്ടാക്കുന്നത്. ദീസ് ആർ ജനേറ മുനീറ അല്ല ജനേറ എന്ന് പറഞ്ഞാൽ ജീനസിന്റെ പ്ലൂരലാണ് അല്ലേ. 3 ജീനസിൽപ്പെട്ട ആൾക്കാർ, മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. ഇവിടെ നമുക്ക് എന്താ പ്രശ്നം ഉണ്ടാവുക? ഡ്രൈ സ്കെയിലി ലീഷൻസ് ആയിരിക്കും, ഡ്രൈ സ്കെയിലി മുറിവുകളാണ് വിത്ത് ഇന്റൻസ് ഇച്ചിങ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ. ഇത് നമുക്ക് എങ്ങനെ കിട്ടുക? ഒന്നുകിൽ ബൈ ഷെയറിംഗ് ഒബ്ജക്ട്സ് അല്ലേ, ബൈ ഷെയറിംഗ് ഒബ്ജക്റ്റ് ഷെയർ ചെയ്യുന്നതിലൂടെ കിട്ടാം, അല്ലെങ്കിൽ ഫ്രം സോയിലിൽ നിന്ന് കിട്ടാം. അവർ യൂസ് ചെയ്ത ക്ലോത്തും ചീർപ്പും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സോയിൽ നിന്ന് മണ്ണിൽ നിന്ന് നേരിട്ട് വരെ ഇത് കിട്ടാം. ക്ലിയർ അല്ലേ. അടുത്ത് ഹെൽമിന്ത് ഡിസീസ്, വിരകൾ ഉണ്ടാക്കുന്നത്. ഒന്ന് അസ്കാരിയാസിസ് ആണ്. നോക്കൂ, അസ്കാരിസിന്റെ എഗ്ഗുകൾ രോഗമുള്ള ആളുടെ ഫീസിസ് മലത്തിനകത്ത് ഉണ്ടാവും. അത് നമ്മുടെ ഫുഡിലേക്കോ വാട്ടറിലേക്കോ എങ്ങനെയും എത്തിയാൽ ഇവർ നേരെ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ പോയിട്ട് ജീവിക്കാൻ തുടങ്ങും. ഇവർ മെയിൻലി നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. നോക്കൂ, ഇയാളെ കുറിച്ച് ഓർക്കണം കേട്ടോ. ഇയാൾ നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്, ടൈഫോയിഡിന്റെ ബാക്ടീരിയ. അതേപോലെ ഇയാളും പ്രധാനമായിട്ട് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലേക്കാണ് ഇയാൾ പോവുക. ഇൻഡസ്റ്റൈൻ എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, എന്തായാലും ഇൻഡസ്റ്റൈനിലേക്ക് എത്തും. അങ്ങനെ എത്തിയാൽ അവിടെ ഇവർ വളരാൻ തുടങ്ങും. അത് ഫലമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തൊക്കെ ഉണ്ടാക്കുക? നമുക്ക് പനി ഉണ്ടാകും, ഇന്റേണൽ ബ്ലീഡിങ്, ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ ബ്ലീഡിംഗ് ഒക്കെ വരാൻ NCERT പറയുന്നു. ഓക്കെ, കറക്റ്റ് ഒന്നുമല്ല, NCERT പറയുന്നു, നമുക്ക് കാണാതെ പഠിക്കാം. ഫീവർ, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവും. അത് കാരണമായിട്ട് അനീമിയ ഉണ്ടാവുക. കാരണം പിന്നെ ഇവർ നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കല്ലേ, ഇവർ അവിടെ ജീവിക്കല്ലേ. അപ്പോൾ പല കാരണം കൊണ്ട് നമുക്ക് അനീമിയ വരും. ഓക്കെ, ദെൻ മസ്കുലാർ പെയിൻ, നമുക്ക് മസിൽ പെയിൻ ഒക്കെ, ഫീവർ വരുമ്പോൾ എന്തായാലും ഇതിന്റെ കൂടെ മസിൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി സിവിയർ കേസ് ആയാലും ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ നിറഞ്ഞിട്ട് ഇൻഡസ്റ്റൈന് ബ്ലോക്കേജ് ഉണ്ടാവും. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ പുറത്തെടുക്കേണ്ടി വരും കേട്ടോ. സീരിയസ്ലി, ഇതൊരു ഇൻഡസ്റ്റൈനൽ ഓപ്പറേഷൻ ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സർജറി ചെയ്ത് പുറത്തെടുക്കേണ്ടി വരും. സോ ഇൻ സിവിയർ കേസ് ഇൻഡസ്റ്റൈനൽ ബ്ലോക്കേജ് ക്യാൻ ഹാപ്പൻ. ഇനി അടുത്ത ഫൈലേറിയാസിസ് അല്ലെ. ബുച്ചറേറിയ ബാൻക്രോഫ്റ്റിയും മലായിയും ആണ് ഇത് ഉണ്ടാക്കുന്നത്. നോ, ഫീമെയിൽ മൊസ്കിറ്റോ വെക്ടറിലൂടെയാണ് ഇത് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്. എത്തിയവർ നമ്മുടെ ലിംഫാറ്റിക് വെസൽസ് ഓഫ് ബോഡിയിൽ അടിഞ്ഞുകൂടും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അല്ലെ. പ്രധാനമായിട്ടും നമ്മുടെ ലോവർ ലിംസിലും ജെനൈറ്റൽ ഓർഗാൻസിലുമാണ് ഇവരൊക്കെയാണ്, ലോവർ ലിംസിലും ജെനൈറ്റൽ ഓർഗാൻസിലും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കിട്ടുക? ത്രൂ ദ ബൈറ്റ് ഓഫ് ഫീമെയിൽ മൊസ്കിറ്റോ വെക്ടേഴ്സ് അല്ലെ. മൊസ്കിറ്റോ വെക്ടേഴ്സിന്റെ ബൈറ്റിലൂടെ കിട്ടുക. അടുത്ത് പ്രോട്ടോസോവൻ ഡിസീസ്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടോസോവൻ ഡിസീസ് ആണെന്ന് മലേറിയ അല്ലെ. മലേറിയ ഉണ്ടാക്കുന്ന പ്രോട്ടോസോവകൾ ഏതൊക്കെ? പ്ലാസ്മോഡിയം ജീനസിൽപ്പെട്ട 3 സ്പീഷീസിന്റെ പേര് NCERT പറയുന്നുണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽഷിപ്പാരം. അതിൽ മാലിഗ്നന്റ് മലേറിയ ആണ് ഏറ്റവും സിവിയർ ഫോം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം ഫാൽഷിപ്പാരം. ഇയാൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുക? നമ്മുടെ ബോഡിയിലേക്ക് സ്പോറോസോയിറ്റ് സ്റ്റേജിലാണ് എത്തുക. മൊസ്കിറ്റോ നമ്മളെ കടിക്കുമ്പോൾ അല്ലെ. ഏത് മൊസ്കിറ്റോ ആണ്? അനോഫിലസ് മൊസ്കിറ്റോ അല്ലെ മക്കളെ. അനോഫിലസ് മൊസ്കിറ്റോ കടിക്കുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുക. എത്തിക്കഴിഞ്ഞാൽ ഇവർ ആദ്യം പോകുന്നത് ഇവിടേക്ക്, ആദ്യം ലിവറിൽ പോകും, അസെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തും. പിന്നെ ലിവറിൽ നിന്ന് ഇറങ്ങിയ RBCയിൽ അസെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തും. ഓക്കെ, ദെൻ പിന്നെ RBCയിൽ കുറച്ച് കഴിയുമ്പോൾ ഇവർ സെക്ഷുവൽ സ്റ്റേജുകളായിട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അതിനാണ് നമ്മൾ ഗാമിറ്റോസൈറ്റ് എന്ന് വിളിക്കുക. ഗമീറ്റ് അല്ല, ഗാമിറ്റോസൈറ്റ്. നമ്മുടെ RBCകളിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗാമിറ്റോസൈറ്റ് രൂപപ്പെടും. ഈ ഗാമിറ്റോസൈറ്റിന് അടുത്ത മൊസ്കിറ്റോ നമ്മളെ കടിക്കുന്ന സമയത്ത് മൊസ്കിറ്റോന്റെ ഉള്ളിലേക്ക് കയറി പോകും. ഗമീറ്റ് അല്ല, ഗാമിറ്റോസൈറ്റ്. നമ്മുടെ ഉള്ളിൽ ഗമീറ്റ് അല്ല ഉണ്ടാവുന്നത്, ഗാമിറ്റോസൈറ്റ്. മൊസ്കിറ്റോയിൽ വെച്ച് ഗാമിറ്റോസൈറ്റിൽ നിന്ന് ഗമീറ്റ് ഉണ്ടാവും. ഗാമീറ്റുകൾ ഫെർട്ടിലൈസേഷൻ നടക്കും. അങ്ങനെ വീണ്ടും സ്പോറോസോയിറ്റ് ഉണ്ടാവും. ആ സ്പോറോസോയിറ്റ് മൊസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡിലേക്ക് എത്തും. സിമ്പിൾ. ഓക്കെ, ആ മൊസ്കിറ്റോ അടുത്ത ആളെ കടിക്കുമ്പോൾ അയാൾക്ക് ഇത് കിട്ടും അല്ലെ. വാട്ട് ആർ ദ സിംറ്റംസ്? ഈ ഡിസീസിന്റെ സിംറ്റം എന്താണെന്നുള്ളത് ചോദിച്ചുള്ളത് അല്ലെ. നോക്കൂ, ഇതിന്റെ സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RBCയിലേക്ക് ഇയാൾ കയറുമല്ലോ. ആദ്യം ലിവറിൽ മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു, പിന്നെ RBCയിൽ മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. RBCയിൽ ഇവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ RBC ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടും. ഓക്കെ, ഇടവിട്ട ദിവസങ്ങളിൽ RBC പൊട്ടാൻ തുടങ്ങും. അതായത് ഈ RBC പൊട്ടുമ്പോൾ ഹീമോസോയിൻ എന്ന് പറഞ്ഞ ഒരാൾ റിലീസാകും. ആരാ റിലീസാവുക? ഹീമോസോയിൻ റിലീസാകും. Z ആണ് ഇത്. ഹീമോസോയിൻ റിലീസാവും വെൻ RBC ruptures. ഓക്കെ, അങ്ങനെ ഈ ഹീമോസോയിൻ റിലീസ് ആവുന്നത് കാരണം റിക്കറിങ് ഇത് ഫീവർ എന്നാണ് വായിക്കേണ്ടത്. റിക്കറിങ് എവരി 3 to 4 days. ഓരോ 3-4 ദിവസം കൂടുമ്പോൾ റിക്കർ ചെയ്ത് വരുന്നു, വീണ്ടും ഉണ്ടാകുന്ന ഫീവർ ഉണ്ടാവും. എന്താ? RBC പൊട്ടുമ്പോൾ ഹീമോസോയിൻ റിലീസ് ആവുമ്പോൾ നമുക്ക് ഫീവർ ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? സിമ്പിൾ. അടുത്തതാണ്, അപ്പൊ അതാണ് ഇതിന്റെ സിംറ്റം. ഇനി അടുത്താണ് അമീബിക് ഡിസെൻഡറി. അമീബിക് ഡിസെൻഡറി ഉണ്ടാക്കുന്ന ആളാണ് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. വെറും ഡിസെൻഡറി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ്. ഷിഗല്ല എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്. ഷിഗല്ല ഡിസെൻഡറിയെ എന്നാണ് അതിന് വിളിക്കുക. അത് വെറും ഡിസെൻഡറി. ഇത് അമീബിക് ഡിസെൻഡറി എന്ന് പറഞ്ഞാൽ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന് പറഞ്ഞ പ്രോട്ടോസോവൻ ഉണ്ടാക്കുന്നതാണ്. നോക്കൂ, ഈ
എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക രോഗമുള്ള ഒരാളുടെ സ്റ്റൂളിനകത്തുണ്ടാവും, മലത്തിനകത്തുണ്ടാവും. അവിടുന്ന് ഹൗസ് ഫ്ലൈ, ഇത് ഹൗസ് ഫ്ലൈ ആണ്, ഈച്ച. ഇതൊരു മെക്കാനിക്കൽ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യും, നമ്മുടെ ഫുഡിലേക്ക് കൊണ്ടുവരും. ഫുഡിൽ നിന്ന് ഇയാൾ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തും. അവിടെ ഇയാൾ മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? അബ്ഡോമിനൽ പെയിൻ ആൻഡ് ക്രാമ്പ്, വയറ് വേദനയും വയറ് കുളത്തി പിടിക്കുക, അതാണ് ക്രാമ്പ്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്, നമ്മുടെ മലത്തിൽ ബ്ലഡ് ക്ലോട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസെൻട്രി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ബ്ലഡ് ഇൻ സ്റ്റൂൾ, മലത്തിൽ ബ്ലഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റൂൾ വിത്ത് എക്സസ് ബ്ലഡ് ക്ലോട്ട് ആൻഡ് മ്യൂക്കസ്, ധാരാളം വഴുവഴുപ്പും ബ്ലഡ് ക്ലോട്ടുകളൊക്കെ ഉള്ള സ്റ്റൂൾ ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുക. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. ഇനി ഇതിന്റെ വെക്ടർ ആരാണ്? നമ്മുടെ മലേറിയയുടെ വെക്ടർ ആരാണ്? അനോഫിലസ് മോസ്കിറ്റോ ആണ്. നമുക്ക് മലേറിയൽ പാരസൈറ്റിനെ ജീവിക്കാൻ നമ്മുടെ ബോഡിയും ആവശ്യമാണ്, മോസ്കിറ്റോന്റെ ബോഡിയും ആവശ്യമാണ് അല്ലേ? പക്ഷെ എവിടെയാണ് ഇയാളുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാ? മോസ്കിറ്റോയിലല്ലേ. അതുകൊണ്ട് തന്നെ മോസ്കിറ്റോ ആണ് പ്രൈമറി ഹോസ്റ്റ് കേട്ടോ. ഇയാളുടെ പ്രൈമറി ഹോസ്റ്റ് ആരിലാണോ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അയാളാണ് പ്രൈമറി അല്ലെങ്കിൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് വിളിക്കുക. നമ്മളൊരു ഇന്റർമീഡിയറി ഹോസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സെക്കൻഡറി ഹോസ്റ്റ് അല്ലെങ്കിൽ ഇന്റർമീഡിയറി ഹോസ്റ്റ് എന്ന് വിളിക്കാം നമ്മളെ കേട്ടോ കുട്ടികളെ. ഓക്കെ, മലേറിയയുടെ കേസിൽ നമ്മൾ ലൈഫ് സൈക്കിൾ പഠിക്കുന്നുണ്ടല്ലോ. സോ വി ഹാവ് ടു ആൻസർ ദിസ്. നൗ ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ ഈ പറഞ്ഞത് മാത്രം വെച്ച് യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. ട്രൈ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ സിമിലർലി അനദർ ക്വസ്റ്റ്യൻ. നൗ പ്രിവെൻഷൻ, നമുക്ക് ഭയങ്കര ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ഡെങ്കി ചിക്കൻ ഗുനിയ അല്ലേ, ഡെങ്കി ചിക്കൻ ഗുനിയ. ഡെങ്കു എന്നല്ല, ശരിക്കും ഡെങ്കി എന്നാണ് പറയാം കേട്ടോ. ഞാനും പണ്ട് ഡെങ്കു എന്നായിരുന്നു വായിക്കല്. സോ ഡെങ്കി ആൻഡ് ചിക്കൻ ഗുനിയ ഇതുണ്ടാക്കുന്ന ആൾക്കാർ ആരാ? ഇതുണ്ടാക്കുന്നത് വൈറസുകളാണ്. ഇത് പരത്തുന്ന വെക്ടറിന്റെ പേര് പഠിച്ചോ, ഈഡിസ് കൊതുകാണ്. ഇത് പരത്തുന്ന വെക്ടർ ഈഡിസ് മോസ്കിറ്റോ ആണ് ഇത് പരത്തുന്ന കൊതുക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇമ്മ്യൂണിറ്റിയിലേക്കാണ് പോകുന്നത്. ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്പാണ്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ ജന്മനാലുള്ളതാണ്, സ്പെസിഫിക് അല്ല. ചില ആളുകൾക്കെതിരെ മാത്രമല്ല, എല്ലാവർക്കും എതിരെ ഒരുപോലെ വർക്ക് ചെയ്യുന്ന നമുക്ക് ജന്മനാലുള്ള ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇത് ചില ബാരിയേഴ്സിന്റെ സഹായത്തോടെയാണ്. ഫിസിക്കൽ ബാരിയർ ആയുള്ള സ്കിന്ന്, മ്യൂക്കസ് മെംബ്രെയിൻ ഒക്കെ ഉണ്ട്. ഫിസിയോളജിക്കൽ ബാരിയർ നമ്മുടെ സലൈവയില്, നമ്മുടെ ടിയേഴ്സിലൊക്കെ ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് നമ്മുടെ സലൈവയിലും ടിയേഴ്സിലൊക്കെ, കണ്ണീരിലൊക്കെ. അപ്പൊ അത് രോഗാണുക്കളെ കൊല്ലാൻ സഹായിക്കും. നമ്മുടെ സ്റ്റൊമക്കിൽ ആസിഡ് ഉണ്ട്, അപ്പൊ അതൊക്കെ ഫിസിയോളജിക്കലാണ്. സെല്ലുലാർ ബാരിയർ എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റോസിസ് ചെയ്ത് രോഗാണുക്കളെ നശിപ്പിക്കുന്ന, പല രീതിയിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്ന, നോൺ സ്പെസിഫിക് ആയിട്ട് നശിപ്പിക്കുന്ന ചില സെല്ലുകൾ നമ്മുടെ ബോഡിയിലുണ്ട് അല്ലെ. ആരൊക്കെ? ഒന്ന് PMNL എന്ന് പറഞ്ഞാൽ പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്. നമ്മുടെ ന്യൂട്രോഫിലുകൾ അടക്കമുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് PMNL അല്ലെ, പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രോഫിൽ എന്ന് പറയാം. പിന്നെ ആരാ? മോണോസൈറ്റ്. പിന്നെ നമ്മുടെ മാക്രോഫേജ്. ഇതൊക്കെ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന സെല്ലുകളാണ്. പിന്നെ നമുക്ക് ഒരാളെ കൂടെ പറയാം, അയാളാണ് ആര്? നാച്ചുറൽ കില്ലർ സെല്ല്, NK സെല്ല്. നാച്ചുറൽ കില്ലർ സെൽ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ലിംഫോസൈറ്റ് ഇത്ര ടൈപ്പ് ഉണ്ടോ? ഉണ്ട്. ലിംഫോസൈറ്റ് 3 ടൈപ്പാണ്, B ലിംഫോസൈറ്റ്, T ലിംഫോസൈറ്റ്, നാച്ചുറൽ കില്ലർ സെൽ. അതിലെ നാച്ചുറൽ കില്ലർ സെൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ സെല്ലുലാർ ബാരിയർ ആണ്. സൈറ്റോകൈൻ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ? വൈറസിനെതിരെയാണ് ഇത് ആക്ട് ചെയ്യുക. ഒരു സെല്ലിനെ വൈറസ് ഇൻഫെക്ട് ചെയ്താൽ ആ സെല്ല് എന്തിനുണ്ടാക്കും? ഇന്റർഫെറോൺ ഉണ്ടാക്കും അല്ലെ, എഗെയിൻസ്റ്റ് വൈറസ് അല്ലെ. അത് മറ്റ് സെല്ലുകളെ രോഗാണുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് ഇന്റർഫെറോണിന്റെ പ്രത്യേകത. ഇതിന് അക്വയർഡ് ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്പാണ്, ഹ്യൂമോറൽ ആൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി നമുക്ക് തരുന്നത് ആരാണ്? B ലിംഫോസൈറ്റ് ആണ്. സെൽ മീഡിയേറ്റഡ് തരുന്നത് T ലിംഫോസൈറ്റ് ആണ്. ഈ ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണ്? ഇവർ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഇവരെന്തിനെ കൂടെ ഉണ്ടാക്കും? ഇവർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇവര് മെമ്മറി സെൽസിനെ കൂടെ ഉണ്ടാക്കും. അപ്പൊ രോഗാണു ആദ്യം വരുമ്പോൾ ഇവർ പതിയെ ആക്റ്റീവ് ആവുക. അത് വളരെ ചെറിയൊരു റെസ്പോൺസേ ഉണ്ടാക്കുള്ളൂ പതിയെ ആക്റ്റീവായിട്ട്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി റെസ്പോൺസ്. ഇനി രോഗാണു വീണ്ടും വരികയാണെങ്കിൽ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള സെക്കൻഡറി റെസ്പോൺസ്, അതായത് പെട്ടെന്ന് ആക്റ്റീവായി രോഗാണുവിനെ കൊല്ലാൻ ശ്രമിക്കും. അതാണ് സെക്കൻഡറി റെസ്പോൺസ്. ഈ പ്രൈമറി റെസ്പോൺസ് എപ്പോഴും സമയമെടുക്കും. സെക്കൻഡറി റെസ്പോൺസ് ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഭയങ്കര അധികം ശക്തിയോടെ രോഗാണുവിനെ കൊല്ലുക. സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ മെമ്മറി അല്ലെ. ഈ മെമ്മറി ഉണ്ടാവാനുള്ള കാരണം മെമ്മറി സെല്ലുകൾ ആദ്യത്തെ പ്രൈമറി റെസ്പോൺസിന്റെ സമയത്ത്, ആദ്യമായിട്ട് പാത്തജൻ വരുന്ന സമയത്ത് മെമ്മറി രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. ഇനി B ലിംഫോസൈറ്റ് എങ്ങനെയാണ് രോഗാണുക്കളെ കൊല്ലുന്നത്? ബൈ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബോഡീസ് അല്ലെ. ആന്റിബോഡി ഉണ്ടാക്കിക്കൊണ്ടാണ്. ആന്റിബോഡിയുടെ ഒരു ഡയഗ്രാം തന്നിട്ടുള്ളത്. ആന്റിബോഡിക്ക് 2 ഹെവി ചെയിനുകളുണ്ട്, അതുപോലെ തന്നെ 2 ലൈറ്റ് ചെയിനുകളുണ്ട്. ഹെവി ചെയിൻ, ലൈറ്റ് ചെയിൻ. അതുകൊണ്ട് നമ്മൾ ആന്റിബോഡിയെ H2L2 എന്നാ പറയാം. നമ്മുടെ ബോഡിയിലെ പ്രധാനപ്പെട്ട ആന്റിബോഡികൾ അതൊക്കെ IgA, IgG, ദെൻ IgE അല്ലെ, ദെൻ IgD ഉണ്ട്, IgM ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിലുണ്ട്. അതിൽ കൊളസ്ട്രത്തിൽ അമ്മയുടെ കൊളസ്ട്രോം, A ഫോർ അമ്മ, അതാണ് ഇത് IgA ആന്റിബോഡി. പ്ലാസന്റെ ക്രോസ് ചെയ്യുന്ന ആന്റിബോഡിയാണ് ഇത് IgG. IgE ഇത് മൂന്നും നിങ്ങൾ ഏറ്റവും മിനിമം പഠിച്ചാൽ മതി. അലർജിയിൽ ഇൻവോൾവ് ആയുള്ള ആന്റിബോഡിയാണ് ഇത് IgE എന്ന് പറയുന്നത്.
വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. വാട്ട് ഹാപ്പൻസ് ഇൻ വാക്സിനേഷൻ? വാക്സിനേഷൻ എന്താ, നമ്മൾ വാക്സിൻ എന്ന് പറഞ്ഞ ഇനി ഒരു കാര്യം കൂടി പറയാം. സോ ദാറ്റ്സ് അബൌട്ട് ബി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അല്ലേ. ടി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് അറിയോ? നമ്മുടെ ഗ്രാഫ്റ്റ് റിജക്ഷന് കാരണമാവുന്ന ഇമ്മ്യൂണിറ്റിയാണിത്. ഇത് പല തവണ, ഐ തിങ്ക് റിപ്പീറ്റഡ് 4 times, 4 or more times, 4 അതിലധികമോ തവണ നീറ്റിന്റെ റിപ്പീറ്റഡ് ചോദ്യമാണ് ഗ്രാഫ്റ്റ് റിജക്ഷന് കാരണമാവുന്ന ഇമ്മ്യൂണിറ്റി ഏതാണ്. സോ ദാറ്റ് ഈസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് ഗ്രാഫ്റ്റ് റിജക്ഷന് കാരണമാവുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വാക്സിനേഷനിൽ നമ്മൾ ചെയ്യുന്നത് പാത്തോജൻസിന്റെ പ്രോട്ടീനുകളോ അല്ലെങ്കിൽ കില്ലഡ് പാത്തോജനെയോ അല്ലെങ്കിൽ ഇനാക്റ്റീവ് പാത്തോജനെയോ നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കും. അപ്പോൾ പ്രൈമറി റെസ്പോൺസ് രൂപപ്പെടും. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? മെമ്മറി സെല്ലുകളും കുറച്ച് ആന്റിബോഡീസും മെമ്മറി സെല്ലുകളൊക്കെ ബോഡിയിൽ ഉണ്ടാകും. ആ മെമ്മറി സെല്ലുകൾ അടുത്ത തവണ രോഗാണു വരുമ്പോൾ സെക്കൻഡറി റെസ്പോൺസ് ഉണ്ടാക്കാൻ നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയെ സഹായിക്കും അല്ലെ. ഇനിയാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. വാട്ട് ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്തിട്ട്, അതൊന്നുകിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് രോഗം വരുമ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ വർക്ക് ചെയ്ത് മെമ്മറി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വാക്സിനേഷനിലൂടെ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം മെമ്മറിയോ മറ്റോ ഉണ്ടാക്കി നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നു. അവിടെ ആന്റിബോഡിയെ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആണ് ഉണ്ടാക്കുന്നത് അല്ലേ. എന്നാൽ ഇഫ് റെഡിമെയ്ഡ് ആന്റിബോഡീസ് ആർ ഗിവൺ ടു എ പേഴ്സൺ, ദാറ്റ് ഈസ് കോൾഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് വിളിക്കുക. റെഡിമെയ്ഡ് ആന്റിബോഡി നമ്മൾ കൊടുക്കുന്നു അല്ലെ. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് അമ്മയിൽ നിന്ന് IgA ഇൻ കൊളസ്ട്രത്തിലൂടെ അമ്മയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ പ്ലാസന്റയിലൂടെ നമ്മൾ പറഞ്ഞു IgG ടൈപ്പ് ഓഫ് ആന്റിബോഡി പ്ലാസന്റ ക്രോസ് ചെയ്യുന്ന അറിഞ്ഞില്ലേ, പ്ലാസന്റയിലൂടെ നമുക്ക് കുറെ ആന്റിബോഡി അമ്മയിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഇത് രണ്ടും നിങ്ങൾക്ക് അമ്മ തരുന്നതാണ്. നിങ്ങൾക്ക് പാസീവ് ഇമ്മ്യൂണിറ്റി ലോകത്ത് തരുന്നത് 2 ആൾക്കാരാണ്. ഒന്ന് അമ്മ, 2 നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ എഴുതി കൊടുക്കും, നേഴ്സ് കുത്തിവെക്കും അല്ലെ. അപ്പോൾ ഏതൊക്കെയാ? IgA IgG ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് അമ്മ കൊളസ്ട്രോത്തിലൂടെയും പ്ലാസന്റയിലൂടെയും തരും അല്ലെ. ഇനി നിങ്ങളെ പാമ്പ് കടിച്ചാൽ നിങ്ങൾക്ക് ഡോക്ടർ തരുന്നു ആന്റി വെനം, അത് പാമ്പിന്റെ വിഷത്തിനെതിരെയുള്ള ആന്റിബോഡികളാണ്. അതുപോലെ ആന്റി ടെറ്റനസ് ടോക്സിൻ, കുറെ എക്സാമ്പിൾ പറയട്ടോ. ആന്റി ടെറ്റനസ് ടോക്സിൻ, നിങ്ങൾക്ക് ടെറ്റനസ് രോഗം വന്നാൽ അതിനെതിരെ ആന്റി ടെറ്റനസ് ടോക്സിൻ എന്ന് പറഞ്ഞ ആന്റിബോഡീസ് നിങ്ങൾക്ക് ഡോക്ടർമാർ തരും. സോ ഓൾ ദീസ് ആർ എക്സാമ്പിൾ ഫോർ പാസീവ് ഇമ്മ്യൂണൈസേഷൻ. ക്ലിയർ അല്ലേ? അലർജി എന്ന് പറഞ്ഞാലോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എക്സഗ്രേറ്റഡ് റെസ്പോൺസ് ഉണ്ടാക്കുക എഗെയിൻസ്റ്റ് സെർട്ടൈൻ ആന്റിജൻസ് അല്ലെ. അത്തരം ആന്റിജൻസിനെയാണ് നമ്മൾ അലർജൻസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? അലർജൻസ് എന്ന് വിളിക്കുക. ദെൻ അലർജിയിൽ ഇൻവോൾവ് ആയുള്ള ആന്റിബോഡി ഏതാ കുട്ടികളെ? IgE ടൈപ്പ് ഓഫ് ആന്റിബോഡിയാണ്. അലർജിയിൽ നമുക്ക് എന്തൊക്കെ സിംറ്റം ഉണ്ടാവുക? നമുക്ക് ആകെ ചൊറിച്ചിൽ വരാം, സ്നീസിങ് വരാം, റണ്ണിങ് നോസ്, മൂക്കൊലിപ്പ്, മൂക്കിന്റെ ഉള്ളിൽ ചൊറിച്ചിലൊക്കെ വരാം, റണ്ണിങ് നോസ്, വാട്ടറി ഐസ് വരാം. നല്ല ചില കേസിൽ ആസ്മ ഐസ് ടൈപ്പ് ഓഫ് അലർജി, നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെ. ഇതിനൊക്കെ കാരണം എന്താ? നമ്മുടെ മാസ്റ്റ് സെല്ല്, ഈ IgE ആന്റിബോഡിക്ക് റോൾ ഉണ്ട്. ആ റോൾ നിങ്ങൾ പഠിക്കണം എന്നില്ല, IgE ആന്റിബോഡിക്ക് റോൾ ഉണ്ടെന്ന് പഠിച്ചാൽ മതി. അതിൻ്റെയൊക്കെ ഫലമായിട്ട് മാസ്റ്റ് സെൽസ് ആക്റ്റീവ് ആവുകയും അവർ ഹിസ്റ്റാമിനെയും സെറോട്ടോണിനെയും ഒക്കെ റിലീസ് ചെയ്യും. ഇതാണ് അലർജിയുടെ സിംറ്റത്തിന്റെ കാരണം. ഇനി നമ്മുടെ അടുത്തേക്ക്, നിങ്ങൾ ഡോക്ടറാണ്, നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ അലർജി ആയിട്ട് വരുന്നു, നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഇഞ്ചക്ഷൻ അവില് കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ആന്റി ഹിസ്റ്റാമിൻ ആണ്. എന്താണ്? ആന്റി ഹിസ്റ്റാമിൻ ആണ്. ഈ ഹിസ്റ്റാമിൻ എഫക്ട് കുറക്കാനുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് ഒന്ന് എന്ത് കൊടുക്കുക? ആന്റി ഹിസ്റ്റാമിൻ കൊടുക്കുക അല്ലെ. അടുത്ത് നമുക്ക് കൊടുക്കുന്നതാണ് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ, എഫ്കോറിൽ എന്ന് പറയും. ദാറ്റ് ഈസ് സ്റ്റിറോയിഡ്. നമുക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കുക. ഇതുകൊണ്ടൊന്നും മാറുന്നില്ല, ഭയങ്കര സീനാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും അറിയോ? നമ്മൾ അഡ്രിനാലിൻ കൊടുക്കും മക്കളെ. അഡ്രിനാലിൻ 1 in 10,000 കൊടുക്കും നമ്മൾ അഡ്രിനാലിൻ. ഓക്കെ, 10,000 gram അല്ല കേട്ടോ, അതിന്റെ ഒരു കണക്കാ. വാട്ട് എവർ വെയിറ്റ്. അപ്പോൾ വാട്ട് ആർ ദ ഡ്രഗ്സ് ഫോർ അലർജി? ആന്റി ഹിസ്റ്റാമിൻ, സ്റ്റിറോയിഡ് ആൻഡ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോർമോൺ ഇല്ല, അതന്നെ ആ സാധനത്തിന് നമുക്ക് എന്താ പറയാ, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. എനിവേ നമ്മൾ അഡ്രിനാലിൻ കൊടുക്കും. സോ ദീസ് ആർ ദ ട്രീറ്റ്മെന്റ്. ഓട്ടോ ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഭ്രാന്താവുക, ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് സെൽഫ് സെൽസ്, ദാറ്റ് ഈസ് കോൾഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ എക്സാമ്പിൾ എന്താണ്? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെ. ഇത് നമ്മൾ +1 പഠിച്ചൊരു എക്സാമ്പിൾ ഇടാ, മയസ്തീനിയ ഗ്രേവിസ് അല്ലെ. 2 എക്സാമ്പിൾ പറയാം, റുമറ്റോയിഡ് ആർത്രൈറ്റിസും മയസ്തീനിയ ഗ്രേവിസും. സോ ട്രൈ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസറും ചെയ്യാൻ പറ്റുമോ? ദെൻ യു ആർ ഗ്രേറ്റ്. ഓക്കെ, ദെൻ അടുത്തത് വീണ്ടും. ഓക്കെ, യു ട്രൈ ടു ആൻസർ ദിസ് വൺ. അടുത്തത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് ലിംഫോയിഡ് ഓർഗൻസ് ആണ് പ്രധാനമായിട്ടും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ലിംഫോയിഡ് ടിഷ്യൂസ് ഓർ ഓർഗൻസ് ഉണ്ട്, സെല്ലുകളുണ്ട്, ആന്റിബോഡി അടക്കമുള്ള മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ആൾ എനിവേ നമ്മുടെ ലിംഫോയിഡ് ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ആണ്. വി ഹാവ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലിംഫോസൈറ്റുകളുടെ ഫോർമേഷൻ ഓഫ് ലിംഫോസൈറ്റ് ആൻഡ് മെച്ചുറേഷൻ, അവർ മെച്ചുർ ആവുകയും ചെയ്യുക. അത് ബോൺ മാരോ ആൻഡ് തൈമസ്. എല്ലാ ലിംഫോസൈറ്റും ഉണ്ടാവുന്നത് ബോൺ മാരോയിലാണ്. എന്നാൽ T ലിംഫോസൈറ്റുകളുടെ മെച്ചുറേഷൻ നടക്കുന്നത് എവിടെയാണ്? തൈമസിലാണ്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറഞ്ഞാൽ മെച്ചുർ ലിംഫോസൈറ്റുകൾ ഇരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ നമുക്ക് ഇവിടെ എന്തുണ്ട്?
ടോൺസിൽസ് ഉണ്ടല്ലോ, നമുക്ക് ടോൺസിൽസ് ഇല്ലേ. ഇനി നമ്മൾ നേരെ താഴത്തേക്ക് വന്നാൽ നമ്മുടെ ഇവിടെ ധാരാളം ലിംഫ് നോഡുകൾ ഉണ്ട്. എന്താ ഉള്ളത്? ലിംഫ് നോഡ്സ് ഉണ്ട്. ഇനി കുറച്ചുകൂടെ താഴെ വന്നാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നമുക്ക് സ്പ്ലീൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, വി ഹാവ് സ്പ്ലീൻ ഉണ്ട്. ഇനി നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറഞ്ഞൊരു ഭാഗം. നിങ്ങൾ അപ്പൻഡിസൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതുണ്ടാവുന്ന ഭാഗം. ഓക്കെ, വെർമിഫോം അപ്പൻഡിക്സ്. പിന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വി ഹാവ് പെയേഴ്സ് പാച്ചസ്. നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ എന്നിട്ട് പെയേഴ്സ് പാച്ചസ് ഉണ്ട്. എന്താണ് മക്കളെ? പെയേഴ്സ് പാച്ചസ് ഉണ്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നോക്കുക, അടുത്ത കോൺസെപ്റ്റ് ആണ് മാൾട്ട്, മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. ഇതെന്താ സംഭവം? ഒന്നുമില്ല, നമ്മളിപ്പോൾ ഈ പറഞ്ഞ നമ്മളെ ടോൺസിലൊക്കെ ഉണ്ടല്ലോ, ടോൺസിൽ ആയിക്കോട്ടെ, വെർമിഫോം അപ്പൻഡിക്സ് ആയിക്കോട്ടെ, പെയേഴ്സ് പാച്ചസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ മ്യൂക്കോസ പറഞ്ഞ ഉള്ളിലെ ലെയർ, ഈ കാണുന്ന ഉള്ളിലെ ലെയർ ഉണ്ടല്ലോ മ്യൂക്കോസ, ആ മ്യൂക്കോസയുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. ഇങ്ങനെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ മാത്രമല്ല, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലും യൂറിനറി ട്രാക്റ്റിലും ഒക്കെ നമുക്ക് ലിംഫോസൈറ്റുകളുടെ പലതരത്തിലുള്ള പ്രസൻസ് കാണാൻ പറ്റും. അതിന് മൊത്തത്തിലാണ് മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ അല്ലെങ്കിൽ മാൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ ലിംഫോയിഡ് ടിഷ്യൂ, നമ്മൾ പ്രൈമറിയും സെക്കൻഡറിയും ഒക്കെ കൂടി എടുത്ത് ടോട്ടൽ ലിംഫോയിഡ് ടിഷ്യൂ എടുത്താൽ അതിന്റെ 50% ആരാണ് കുട്ടികളെ? മാൾട്ടാണ്. മാൾട്ട് കൺസ്റ്റിറ്റ്യൂട്ട് 50% ഓഫ് ടോട്ടൽ ലിംഫോയിഡ് ടിഷ്യൂ. നമ്മുടെ ടോട്ടൽ ലിംഫോയിഡ് ടിഷ്യൂവിന്റെ 50% ആരാണ് മക്കളെ? മാൾട്ടാണ്. അടുത്ത എയ്ഡ്സ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നപ്പോഴ 1981. എയ്ഡ്സ് എങ്ങനെ പകരാന്നൊന്നും നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. യു നോ എവറിത്തിങ് റൈറ്റ്. അൺപ്രൊട്ടക്റ്റഡ് സെക്സിലൂടെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പ്ലാസന്റയിലൂടെ പകരാം അല്ലെ. പിന്നെ എങ്ങനെയാണ് കുട്ടികളെ? നീഡിലുകൾ ഷെയർ ചെയ്താൽ അങ്ങനെയൊക്കെ പകരാന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈവൻ മുലപ്പാലിലൂടെ വരെ പകരാൻ കേട്ടോ, കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, അത് NCERT പറഞ്ഞിട്ടില്ല, ബാക്കി നിങ്ങൾക്ക് അറിയാം അല്ലെ. എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസിന്റെ പേരെന്താണ്? HIV അല്ലെ. HIV എന്നാണ് ആ വൈറസിന്റെ പേര്. HIV യുടെ പ്രത്യേകത എന്താ? ഇതൊരു റിട്രോ വൈറസ് ആണ്. അയാൾക്ക് എന്തുണ്ടാവും? ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാകും. അതിന്റെ ഉള്ളിൽ അയാൾക്ക് RNA ഉണ്ട് അല്ലെ. ശരിക്കും അയാൾക്ക് പ്രോട്ടീൻ കോട്ട് ഉണ്ട്, അയാളുടെ ചുറ്റും ഒരു എൻവലപ്പ് ഉണ്ട്. അയാൾക്ക് 2 സിംഗിൾ സ്ട്രാൻഡഡ് RNA അയാൾക്കുള്ളത്. 2 ഐഡന്റിക്കൽ ആയുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് അയാളുടെ അടുത്തുള്ളത് കേട്ടോ. അതാണ് ശരിക്കും അയാളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ അയാളുടെ ഉള്ളിൽ 2 റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട്. വേറെയും കുറെ സാധനം ഉണ്ട്. ഏറ്റവും നിങ്ങൾ പഠിക്കേണ്ടത് ഈ പ്രോട്ടീൻ കോഡിന്റെ ചുറ്റും എൻവലപ്പ് ഉണ്ട് എന്ന് പഠിക്കുക. 2 റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉണ്ട്, അതുപോലെ 2 സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ട്. വാട്ടെവർ. അപ്പോൾ തൽക്കാലം നമുക്ക് ഒന്നിന്റെ കേസ് എടുക്കാം. ഇനി ഇയാൾ ഈ RNA നമ്മുടെ സെല്ലിന്റെ ഉള്ളിലേക്ക് പറഞ്ഞേക്കും. അങ്ങനെ അയാൾ RNA എത്തി. ആ RNAയിൽ നിന്ന് ആദ്യം സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഉണ്ടാവും. അത് പിന്നീട് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറും. എനിവേ അൾട്ടിമേറ്റ്ലി സിംഗിൾ സ്റ്റാൻഡേർഡ് RNA അയാൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാക്കിയെടുക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം കോൾഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ആരുടെ സഹായത്തോടെ? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിന്റെ സഹായത്തോടെ. സിമ്പിൾ ഐഡിയ. ഇനി ഞാൻ ഇതുവരെ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലെങ്കിലും സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലാക്കും. അയാൾക്ക് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ട്, അതിന്റെ ബോഡിയിലേക്ക് പറഞ്ഞേക്കുന്നു. അവിടുന്ന് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാക്കും. അതിന് അൾട്ടിമേറ്റ്ലി ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും. ഇത് രണ്ടും നടത്തുന്നത് ആരുടെ സഹായത്തോടെ? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിന്റെ സഹായത്തോടെ. അങ്ങനെ ഈ DNA നമ്മുടെ DNAയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ DNAക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതിനോടൊപ്പം ഇയാളുടെ DNAക്കും ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് വൈറൽ RNAകൾ രൂപപ്പെടും. ഈ RNAകളിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീനുകളും ഉണ്ടാകും. അത് രണ്ടും കൂടെ കൂടി ചേർന്ന് പുതിയ വൈറസുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സെല്ല് ഒരു വൈറസിനെ ഉണ്ടാക്കുന്ന ഫാക്ടറി പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ അല്ലേ? അങ്ങനെ കുറേ വൈറസുകൾ രൂപപ്പെട്ടാൽ നമ്മുടെ സെല്ല് നശിച്ചു പോകും. ഇയാൾ ആദ്യം നമ്മുടെ ബോഡിയിൽ അറ്റാക്ക് ചെയ്യുക മാക്രോഫേജുകളെയാണ്. ആദ്യം ഇയാൾ ആരെ അറ്റാക്ക് ചെയ്യുക? മാക്രോഫേജുകളെ. പിന്നെ ഇയാൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഹെൽപ്പർ T സെല്ലുകളെയാണ്. സോ അൾട്ടിമേറ്റ്ലി നമ്മുടെ ബോഡിയിൽ ഹെൽപ്പർ T സെല്ലുകളുടെ എണ്ണം കുറഞ്ഞ് വരാൻ തുടങ്ങും. ഇപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്കായി വരാൻ തുടങ്ങും. അങ്ങനെ വല്ലാതെ ഇമ്മ്യൂണിറ്റി വീക്ക് ആകുമ്പോൾ നമുക്ക് എയ്ഡ്സ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണെന്ന് പറയില്ലേ. അപ്പൊ എന്താ നമുക്ക് പ്രശ്നം? നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ തുടങ്ങും. നമ്മുടെ വെയിറ്റ് കുറയും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പനി, ഡയേറിയ, പല രോഗങ്ങളും നമുക്ക് വരാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് അത് കാരണം മറ്റു പല രോഗങ്ങളും വന്ന് അങ്ങനെയാണ് നമ്മൾ മരിച്ചു പോവുക. ഓക്കെ, അപ്പൊ ഇതൊരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. HIV is an enveloped virus ആണ്. containing enveloped virus ആണ് HIV. that contain 2 identical molecules of double stranded DNA and 2 molecules of reverse transcriptase. B ആണ് ആൻസർ കേട്ടോ. ഇത് ജസ്റ്റ് ഞാൻ HIV-യുടെ സ്ട്രക്ചർ, ശരിക്കുള്ള സ്ട്രക്ചർ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ക്യാൻസർ എന്ന് പറഞ്ഞാലോ, അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ സംഭവിക്കുകയാണ്. അതിന്റെ കാരണം എന്താ? നമ്മുടെ സെല്ലുകൾക്ക് കോണ്ടാക്ട് ഇൻഹിബിഷൻ നഷ്ടപ്പെടുമ്പോൾ സെല്ലുകൾ അനിയന്ത്രിതമായിട്ട് വളരും. അതിന് നമ്മൾ ട്യൂമർ എന്നാ, ക്യാൻസർ എന്നല്ല, സിമ്പിൾ ആയിട്ട് ട്യൂമർ എന്നാ പറയാ. എല്ലാ ട്യൂമറും ഒന്നും ക്യാൻസർ അല്ല. നമുക്ക് നോക്കാം.
ഓക്കെ. അപ്പോൾ സെല്ലുകൾ അനിയന്ത്രിതമായിട്ട് വളരാൻ തുടങ്ങിയ ട്യൂമർ ഉണ്ടാവും അല്ലേ. ട്യൂമർ 2 ടൈപ്പാണ്, ബിനൈൻ ട്യൂമർ, മാലിഗ്നന്റ് ട്യൂമർ. ഏതൊക്കെയാണ് ബിനൈൻ ട്യൂമറും മാലിഗ്നന്റ് ട്യൂമറും? ബിനൈൻ്റെ പ്രത്യേകത എന്താണ്? അയാൾ എവിടെയാണോ ഉണ്ടാവുന്നത് അവിടെ കൺഫൈൻഡ് ആയിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കും. വേറെ ടിഷ്യൂകളിലേക്ക് ഇത് ബാക്കിയുള്ള ടിഷ്യൂ ആണ്, ഈ ഒരു ടിഷ്യൂവിലെ ഒരു സെല്ലാണ് അനിയന്ത്രിതമായിട്ട് വളരുന്നത്. അങ്ങനെ അയാൾ എന്തായി, അയാൾ ഇത് ബിനൈൻ ആയിട്ട് അവിടെ മാത്രം വളർന്നു നിൽക്കുന്നു, മറ്റ് ടിഷ്യൂകളിലേക്ക് കയറി പോകില്ല. ദിസ് ഈസ് കോൾഡ് ബിനൈൻ ട്യൂമർ. എന്നാൽ മാലിഗ്നന്റ് ട്യൂമറിന്റെ പ്രത്യേകത, അയാൾ സറൗണ്ടിങ് ടിഷ്യൂലേക്ക്, അടിയിലുള്ള മറ്റ് ടിഷ്യൂകളിലേക്കൊക്കെ കയറി പോകും കണ്ടോ. വളർന്ന് ഡിവൈഡ് ചെയ്ത് താഴോട്ടേക്കൊക്കെ കയറി പോകും കണ്ടോ. ഓക്കെ, സോ ദേ ഇൻവേഡ് ടു സറൗണ്ടിങ് ടിഷ്യൂ. അടുത്തൊരു കാര്യം, ദേ ഓൾസോ എൻ്റർ ബ്ലഡ് വെസൽസ്. അവർ ബ്ലഡ് വെസലിലേക്ക് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് ബ്ലഡിലൂടെ ദേ ട്രാവൽ ടു ഡിസ്റ്റന്റ് സൈറ്റ്സ്, ദൂരെയുള്ള മറ്റ് അവയവങ്ങളിലേക്ക് പോകും, അവിടെയൊക്കെ പുതിയ ട്യൂമർ ഉണ്ടാക്കും. ദാറ്റ് ഈസ് കോൾഡ് മെറ്റാസ്റ്റാസിസ്. എന്താണ് മെറ്റാസ്റ്റാസിസ്? നോക്കൂ, അപ്പോൾ ബിനൈൻ ട്യൂമറിന്റെ പ്രത്യേകത എന്താണ്? അവിടെ നോ ഇൻവേഷൻ, സറൗണ്ടിങ് ടിഷ്യൂക്ക് പോകില്ല, നോ മെറ്റാസ്റ്റാസിസ്, അതുമില്ല. മാലിഗ്നന്റ് ട്യൂമറിലോ രണ്ടും പോസിറ്റീവ് ആണ്. ആൻഡ് ഇയാളുടെ ഗ്രോത്ത് റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും, റാപ്പിഡ് ഗ്രോത്ത്, വളരെ പെട്ടെന്ന് വളരും. ഈ മാലിഗ്നന്റ് ട്യൂമറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് എസ് ക്യാൻസർ. മാലിഗ്നന്റ് ട്യൂമറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശരിക്കും ക്യാൻസർ എന്ന് വിളിക്കുന്നത്. ഇനി വാട്ട് ഇസ് മെക്കാനിസം ഓഫ് ക്യാൻസർ ഡെവലപ്മെന്റ്? ബേസിക്കലി നമ്മൾ പറയും മ്യൂട്ടേഷൻ കാരണമാണ് അല്ലെ. ഏത് തരം മ്യൂട്ടേഷൻസ് ആണ്? എല്ലാ ജീനിലും മ്യൂട്ടേഷൻ ഉണ്ടായ ക്യാൻസർ ഉണ്ടാവുമോ? സിക്കിൾ സെൽ അനീമിയ മ്യൂട്ടേഷൻ കാരണമല്ലേ ഉണ്ടാവുന്നത്? അവിടെ മ്യൂട്ടേഷൻ വന്നപ്പോൾ ക്യാൻസർ ആണ് ഉണ്ടായത്? അല്ല, നിങ്ങൾക്ക് സിക്കിൾ സെൽ അനീമിയ വന്നത്. ബീറ്റാഗ്ലോബിൻ ജീനിൽ മ്യൂട്ടേഷൻ വന്ന ക്യാൻസർ അല്ല, അവിടെ നിങ്ങൾക്ക് വന്നത് സിക്കിൾ സെൽ അനീമിയ. സോ നോട്ട് എവറി മ്യൂട്ടേഷൻ കോസ് ക്യാൻസർ. ചില ജീനുകളുടെ മ്യൂട്ടേഷൻ ആണ് പ്രധാനമായിട്ടും ക്യാൻസറിന് കാരണമാവുന്നത്. ആ ജീനുകൾ പല തരത്തിലുണ്ട് കേട്ടോ. ഇപ്പൊ ട്യൂമർ സപ്രസർ ജീന്, സെല്ലുലാർ ഓങ്കോജീൻ, ഇങ്ങനെ പല തരത്തിലുള്ള ജീനുകളിലുള്ള മ്യൂട്ടേഷൻ ആണ് ക്യാൻസറിന് കാരണമാവുക. NCERT അതിലെ ഒരു ടൈപ്പ് ഓഫ് ജീനിനെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അതാണ് സെല്ലുലാർ ഓങ്കോജീൻ അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജീൻ. ഇതെന്താണ്? ഇത് നമ്മുടെ നോർമൽ സെല്ലിലുള്ള നോർമൽ ജീനുകളാണ്. ദേ ആർ നോർമൽ ജീൻസ്, നോർമൽ സെല്ലുകളിലുള്ള ജീനുകളാണ്. ബട്ട് അയാൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ആ മ്യൂട്ടേഷന്റെ ഫലമായിട്ട് അയാൾക്ക് ആക്ടിവേഷൻ ഉണ്ടാകുന്നു. ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുവരെ അയാൾ പ്രവർത്തിക്കാതിരിക്കുന്നു, ഇനി മ്യൂട്ടേഷൻ നടക്കുമ്പോൾ അയാൾ പ്രവർത്തിക്കുന്നു എന്നല്ല. മ്യൂട്ടേഷൻ നടന്നാൽ അയാൾ ഒന്നുകൂടെ വളരെ അധികം പ്രവർത്തിക്കും, അയാൾ കുറച്ചുകൂടെ അധികം. നമ്മുടെ സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ജീനുകളാണോ സെല്ലുലാർ ഓങ്കോജീൻ അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജീൻ. അയാൾ സാധാരണ നമ്മുടെ സെല്ല് ചെറിയ രീതിയിലേ വർക്ക് ചെയ്യുന്നുള്ളൂ, ചെറിയ രീതിയിൽ ആക്റ്റീവ് ആകുമ്പോൾ ചെറിയ രീതിയിൽ സെൽ ഡിവിഷൻ ഒക്കെ നടക്കും. ഇനി അയാൾക്ക് മ്യൂട്ടേഷൻ നടന്നാൽ അയാൾ ഫുള്ളായിട്ട് ആക്റ്റീവ് ആവും. അതാണ് ആക്ടിവേഷൻ ഓഫ് സെല്ലുലാർ ഓങ്കോജീൻ ഓർ പ്രോട്ടോ ഓങ്കോജീൻ. അപ്പോൾ നമ്മുടെ സെല്ലുകൾ അനിയന്ത്രിതമായിട്ട് വളരാൻ തുടങ്ങും. ഈ മ്യൂട്ടേഷൻ ആരൊക്കെ ഉണ്ടാക്കാം? ഫിസിക്കൽ ഏജൻസ് ഉണ്ടാക്കാം, ലൈക്ക് എക്സ്റേ, ഗാമ റേ, അൾട്രാ വയലറ്റ് റേ ഒക്കെ. ദെൻ ചില കെമിക്കൽ ഏജൻസ്, ടൊബാക്കോ സ്മോക്കിലൊക്കെ ഉള്ള, നിക്കോട്ടിൻ അല്ല കേട്ടോ. ടൊബാക്കോ സ്മോക്കിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ആൾ നിക്കോട്ടിൻ അല്ല, അങ്ങനെ പഠിച്ചു വെക്കരുത്. ടൊബാക്കോ സ്മോക്കിൽ പലതരം കെമിക്കൽസ് ഉണ്ട്, അവരുണ്ടാക്കാം. ഇനി സം ബയോളജിക്കൽ ഏജൻസ് can also cause cancer. ഓക്കെ, ഈ മ്യൂട്ടേഷനും പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരാവാം. ഇനി ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസുകൾ നമ്മൾ ഓങ്കോജനിക് വൈറസുകൾ എന്നാണ് വിളിക്കുക. ഈ ഓങ്കോജനിക് വൈറസുകളുടെ പ്രത്യേകത, അവരുടെ ബോഡിയിൽ വൈറൽ ഓങ്കോജീൻ എന്നറിയപ്പെടുന്ന ചില ജീനുകളുണ്ട്. ആ ജീനുകൾ അവരെ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ അവരെ സഹായിക്കുന്നുണ്ട്. നമ്മളിൽ കയറിയിട്ട് ക്യാൻസർ ഉണ്ടാക്കാൻ അവരെ പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. നോക്കൂ, ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാവുന്ന ചില വൈറസുകൾ, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാവുന്ന വൈറസാണ്. എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറഞ്ഞ വൈറസ് ഉണ്ട്. ഇറ്റ് ക്യാൻ കോസ് ക്യാൻസർ. മെനി വൈറസസ് can cause cancer. നമ്മുടെ ബോഡിക്ക് വന്നാൽ നമ്മുടെ സെല്ലുകളിൽ പലതരത്തിലുള്ള ചേഞ്ചുകൾ ഇവർ ഉണ്ടാക്കുകയും അതുവഴി നമ്മുടെ സെല്ലുകളെ ക്യാൻസർ സെല്ലുകളിലേക്ക് മാറ്റുകയും ചെയ്യുക എന്നുള്ളത് ഇവരുടെ പ്രവൃത്തിയാണ്. അപ്പോൾ അതിനവരെ സഹായിക്കുന്ന ചില ജീനുകളുണ്ട്. അത്തരം ജീനുകളെയാണ് നമ്മൾ വൈറൽ ഓങ്കോജീൻസ് എന്ന് വിളിക്കുന്നത്. വൈറസുകളുടെ ഉള്ളിലുള്ള ജീനാണ്. സെല്ലുലാർ ഓങ്കോജീൻ അല്ലെങ്കിൽ ഓങ്ക് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ജീനുകളാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? അടുത്താണ് ഡയഗ്നോസിസ്. ബ്ലഡ് ആൻഡ് ബോൺ മാരോ ടെസ്റ്റ് നടത്താൻ പറ്റും. ബ്ലഡ് ക്യാൻസർ ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ. ബയോപ്സി, നമ്മുടെ ടിഷ്യൂവിന്റെ കഷ്ണം എടുക്കുക, അതിന് ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡി മൈക്രോസ്കോപ്പിലൂടെ പഠിച്ച് അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ റേഡിയോഗ്രഫി ടെക്നിക്ക്. റേഡിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എക്സ്റേ ഉപയോഗിച്ചുള്ള പരിപാടി. അതിൽ നമുക്ക് ഒന്ന് പ്ലെയിൻ എക്സ്റേ എടുക്കാം, നിങ്ങൾക്ക് ഒരു 2D ഇമേജാണ് കിട്ടുക. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ, അതേപോലെ തന്നെ എല്ലിലെ ക്യാൻസർ ഒക്കെ എക്സ്റേ എടുത്താൽ തന്നെ ചിലപ്പോൾ മനസ്സിലാവും. അടുത്ത CT സ്കാൻ. എക്സ്റേ ഉപയോഗിച്ചിട്ട് നമ്മൾ 3 ഡയമെൻഷണൽ ഇമേജ് ഉണ്ടാക്കുക, അതാണ് കമ്പ്യൂട്ടർഡ് ടോമോഗ്രഫി. CT സ്കാൻ രണ്ടും എക്സ്റേ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റേഡിയോഗ്രഫി. അടുത്ത MRIന്റെ പ്രത്യേകത, അവിടെ നമ്മൾ നോൺ അയോണൈസിങ് റേഡിയേഷൻസ് യൂസ് ചെയ്യുക. എക്സ്റേ റേഡിയേഷൻ ഒരു അയോണൈസിങ് റേഡിയേഷൻ ആണ്. MRIയിൽ റേഡിയോ വേവ്സ് എന്നൊക്കെ പറയും. നോൺ അയോണൈസിങ് ആയിട്ടുള്ള ചില റേഡിയേഷനും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ് പരിപാടി ചെയ്യുക. ആണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് വിളിക്കും. ഇത് ഭയങ്കര സേഫാണ്. എക്സ്റേ അത്ര സേഫ് ഒന്നുമല്ല, കാരണം എക്സ്റേ കാരണം നമുക്ക് കുറേ സൈഡ് എഫക്റ്റുകളൊക്കെ വരാം. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് MRI ആണ് കേട്ടോ. ദെൻ ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആന്റിജൻ. ആൻഡ് ഇത് രണ്ടും ഞാൻ തൽക്കാലം വിട്ടുകയാണ്. ഇത് ചോദിക്കൂല എന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് ചാൻസ് ഈസ് വെരി ലെസ്. സോ ഞാൻ തൽക്കാലം അത് ഇവിടുന്ന് ഒഴിവാക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് നൗ. ഓക്കെ, ഞാൻ എൻ്റെ ലൈവിനകത്ത് പറഞ്ഞിരുന്നു, ബട്ട്
നോട്ട് ദാറ്റ് മച്ച്, അത്ര ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സാധനം, അതുകൊണ്ട് ഞാൻ തൽക്കാലം വിടുകയാണ്. നൗ ക്യാൻസർ ട്രീറ്റ്മെന്റ് അല്ലെ, കീമോതെറാപ്പി, മരുന്നുകൾ കൊടുത്ത് ക്യാൻസർ സെല്ലിനെ കൊല്ലുക. റേഡിയേഷൻ തെറാപ്പി, റേഡിയേഷൻ അടിച്ചിട്ട് ക്യാൻസറിനെ കൊല്ലുക. അടുത്ത സർജറിയിലൂടെ ക്യാൻസറുള്ള ഭാഗം ഒഴിവാക്കുക. ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞാലോ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ് എന്നറിയപ്പെടുന്ന ചില സാധനങ്ങൾ, ആൽഫ ഇന്റർഫെറോൺ എന്നൊക്കെ പറയുന്ന ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ, നമ്മുടെ ബയോളജിക്കൽ റെസ്പോൺസ് കൂട്ടാൻ വേണ്ടിയുള്ള ചില കെമിക്കൽസിന് നമ്മൾ കൊടുക്കുക. ഓക്കെ, അതാണ് ഇമ്മ്യൂണോ തെറാപ്പി. നൗ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓർ ഒരു പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്ക്. വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ഞാൻ അടുത്തത് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. ഇത് നിങ്ങളൊരു പണി ചെയ്താൽ മതി. ജസ്റ്റ് ടേക്ക് സ്ക്രീൻഷോട്ട് ഓഫ് എവറിത്തിങ് ആൻഡ് സ്റ്റഡി. സിമ്പിൾ. ഓക്കെ, ലുക്ക്, ഒന്നുമില്ല, ഡ്രഗ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ആണ് ഒപ്പിയോയിഡ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഹെറോയിന് ഓർ സ്മാക്ക് ഓർ ഡൈഅസറ്റൈൽ മോർഫിൻ. ഇതൊരു കളർലെസ് ബിറ്റർ ടേസ്റ്റ് ഉള്ള, കയ്പുള്ള ക്രിസ്റ്റലൈൻ ആണ്. അതിന് നമ്മൾ എടുക്കുന്നത് സ്നോട്ടിങ്, വലിക്കുക അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആണ് എടുക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഡിപ്രസന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുന്നൊന്നുമല്ല. ഇത് മൊത്തത്തിൽ നിങ്ങളൊന്ന് കാം ഡൗൺ ചെയ്യും ചെറിയ അളവിൽ. ദെൻ ഇറ്റ് സ്ലോ ഡൗൺ യുവർ ബോഡി ഫംഗ്ഷൻ. അതായത് ലൈക്ക് നിങ്ങളെ കാം ഡൗൺ ചെയ്യല്ലേ, ശരിക്കും ഇത് നിങ്ങൾക്ക് ഒരു നല്ല ഫീലൊക്കെ തരിക, ശരിക്കും നല്ലൊരു ഫീൽ തന്നെ തരിക. ഇത് ഡിപ്രഷൻ ആൻഡ് സ്ലോ ഡൗൺ ബോഡി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും അർത്ഥം നമ്മുടെ യൂറിനേഷൻ, നമ്മുടെ ഡൈജഷൻ, ഇങ്ങനത്തെ ബോഡി ഫംഗ്ഷൻസിനെല്ലാം ഇയാൾ സ്ലോ ഡൗൺ ചെയ്യും. ഏതായാലും നിങ്ങൾ അങ്ങോട്ട് കാണാൻ പഠിച്ചോ, ഡിപ്രഷൻ ആൻഡ് സ്ലോ ഡൗൺ ബോഡി ഫംഗ്ഷൻ. നിങ്ങൾ തൽക്കാലം ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ഡിപ്രഷൻ ആൻഡ് സ്ലോ ഡൗൺ, നിങ്ങളെ ഡിപ്രസ്ഡ് ആക്കും, ആകതാക്കും എന്നല്ല ഇതിന്റെ അർത്ഥം. ബോഡി ഫംഗ്ഷൻസിനെ മൊത്തത്തിലൊന്ന് ഡിപ്രസ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത്, ലുക്ക്, ഇത് നമുക്ക് എവിടുന്നാ കിട്ടുക കുട്ടികളെ? നമുക്ക് ഒപ്പിയം പോപ്പി പ്ലാന്റിൽ നിന്നാണ് കിട്ടുക. ലുക്ക്, ദിസ് ഈസ് കോൾഡ് മോർഫിൻ. ഇത് മോർഫിൻ ആണ്. ഈ മോർഫിൻ അസറ്റൈലേഷൻ നടത്തിയിട്ടാണ് ആക്ച്വലി ഡൈ അസറ്റൈൽ മോർഫിൻ അല്ലെങ്കിൽ ഹെറോയിൻ ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് ആക്ച്വലി മോർഫിൻ. ഇതൊരു പെയിൻ കില്ലറാണ്. മോർഫിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻ കില്ലർ ആയിട്ട്, സെഡേറ്റീവ് ആയിട്ട്, നമ്മളെ സെഡേറ്റ് ചെയ്യാനും പെയിൻ കില്ലർ ആയിട്ടൊക്കെ കൊടുക്കുന്ന സാധനമാണ് മോർഫിൻ. ഓക്കെ, സെഡേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കാം ഡൗൺ ചെയ്ത് കിടത്താൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന സാധനമാണ് മോർഫിൻ. അതിന് അസറ്റൈലേഷൻ റിയാക്ഷൻ നടത്തിയാണ് ഡൈ അസറ്റൈൽ മോർഫിൻ ഉണ്ടാക്കുന്നത്. അടുത്ത കനാബിനോയിഡ്. നോക്കൂ, കനാബിസ് സറ്റൈവ ചെടിയുടെ, ഏത് ചെടിയിൽ നിന്നാണ്? കനാബിസ് സറ്റൈവ ചെടിയിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. അതിന്റെ ലീഫും അതേപോലെ തന്നെ റെസിൻസ്, അതിന്റെ ഫ്ലവർ, ഇതൊക്കെ എടുത്തിട്ട് അതിനെ പല കോമ്പിനേഷനിലായിരുന്നു. ഗഞ്ച, മരുവാന, ഹാഷിഷ്, ചരാസ്, മരിജ്വാനല്ല മരുവാന, ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ എടുക്കുക? വലിക്കുക, ഇൻഹലേഷൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ, തിന്നുക. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ബാങ് എന്ന് പറയും. ഈ സാധനം തിന്നു. ഈ സാധനം കൊണ്ട് പക്കോടൊക്കെ ഉണ്ടാക്കി തിന്നു ഉത്തരേന്ത്യയിൽ. സോ വാട്ട് എവർ ബീറ്റ്, ഇതിന്റെ റിസപ്റ്റേഴ്സ് എവിടെയുള്ളത്? ബ്രെയിനിലാണ്. മറ്റേ റിസപ്റ്റർ നോക്കൂ, ഇയാളുടെ റിസപ്റ്റർ എഴുതിയിട്ടില്ല. യെസ്, നമ്മുടെ ബ്രെയിനിലും ഉണ്ട്, GIT നമ്മുടെ GITയിലും ഉണ്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ രണ്ട് സ്ഥലത്തും ആരുടെ റിസപ്റ്റർ ഉണ്ട് കുട്ടികളെ? ഒപ്പിയോയിഡിന്റെ റിസപ്റ്റർ ഉണ്ട്. ഓക്കെ, കനാബിനോയിഡ് ഇറ്റ്സ് നോൺ ഫോർ എഫക്ട് ഓൺ, ഇതിന്റെ റിസപ്റ്റർ ബ്രെയിനിലാണ്. പിന്നെ ഇയാൾക്ക് കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിലും ചെറിയ എഫക്റ്റുകൾ ഉണ്ട്. സോ ഇറ്റ്സ് നോൺ ഫോർ ദ കാർഡിയോവാസ്കുലാർ എഫക്ട്സ്. അടുത്താണ് കൊക്ക ആൽക്കലോയിഡ്. സോ കൊക്കൈൻ ആണ് ഉദാഹരണം. ഇത് നമുക്ക് കിട്ടുന്നത് എറിത്രോക്സൈലം കൊക്ക എന്ന് പറയുന്ന ചെടിയിൽ നിന്നാണ് കേട്ടോ. എറിത്രോക്സൈലം കൊക്ക, ചെടി പഠിക്കണേ, എറിത്രോക്സൈലം കൊക്ക. ഓക്കെ, ആ ചെടിയിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. ആൻഡ് ഇത് നമ്മൾ സ്നോട്ടിങ്, വലിക്കുക ചെയ്യുക. ഇറ്റ്സ് എ സ്റ്റിമുലന്റ് ആണ്, പ്രൊഡ്യൂസ് എനർജി ആൻഡ് യൂഫോറിയ, ഭയങ്കര യൂഫോറിയ ഉണ്ടാക്കും. എക്സസീവ് ഡോസിൽ എടുത്താൽ ഹലൂസിനേഷൻ, ഇല്ലാത്ത സാധനങ്ങൾ കാണുക. എൻ്റെ മുന്നിൽ ഇപ്പോൾ ആകെയുള്ളത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനും ഒരു ക്യാമറയാണ്. പക്ഷെ ഞാൻ ഇതൊക്കെ അടിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എനിക്കിവിടെ വേറെ പലതും കാണാൻ പറ്റും. അതാണ് ഹലൂസിനേഷൻ, ഇല്ലാത്തത് കാണുക, ഇല്ലാത്തത് കേൾക്കുക, ഈ സംഭവം ഉണ്ടാവും. ഇനി ഇയാളുടെ പണി എന്താ പറയുക? ഇന്റർഫിയർ വിത്ത് ഡോപ്പാമിൻ ട്രാൻസ്പോർട്ട്. നമ്മുടെ ബ്രെയിനിലെ ഡോപ്പാമിന്റെ ട്രാൻസ്പോർട്ടിനെയാണ് ഇയാൾ ഇന്റർഫിയർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ബോഡിയിൽ ഡോപ്പാമിന്റെ അളവ് ഇന്റർഫിയർ ചെയ്ത് അതിലൂടെ ഡോപ്പാമിൻ ശരിക്കും കൂട്ടി നിർത്തും. അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര എനർജി ഉള്ള ഫീൽ തരും. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി ഹലൂസിനോജനിക് പ്രോപ്പർട്ടിയുള്ള വേറെ പ്ലാന്റുകൾ ചോദിച്ചാൽ അട്രോപ്പ ബെല്ലഡോണ, ഡാറ്റ്യൂറ, രണ്ട് ചെടിയാണ്, അട്രോപ്പ ബെല്ലഡോണ, ഡാറ്റ്യൂറ. ഇനി മിസ്യൂസ് ചെയ്യുന്ന വേറെ ചില ഡ്രഗ്സ് ആണ് ആംഫിറ്റാമിൻ, ബെൻസോഡയസപ്പീൻ, ബാർബിറ്റുറൈറ്റ്സ്. ഇതൊക്കെ ആളുകൾ മിസ്യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. ഇത് ഡാറ്റ്യൂറയുടെ ഒരു ബ്രാഞ്ച് ആണ് കേട്ടോ. ഇത് NCERT-യിൽ ഈ ചിത്രം തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദിസ് പ്ലാന്റ് എന്ന് ചോദിച്ചാൽ 2014 ചോദിച്ച ചോദ്യം. ഇനി ലുക്ക്, ഡ്രഗ് അബ്യൂസ് ഇൻ സ്പോർട്സിൽ അബ്യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. സ്പോർട്സിൽ അബ്യൂസ് ചെയ്യുന്ന സ്പോർട്സ് പേഴ്സൺസ് അബ്യൂസ് ചെയ്യുന്ന ഡ്രഗുകളാണ് നാർക്കോട്ടിക് അനാൽജസിക്സ്, ആനബോളിക് സ്റ്റിറോയിഡ്സ്, ഇവരുടെ മസിൽ മാസ് ഒക്കെ കൂട്ടാൻ വേണ്ടി, ഡയൂററ്റിക്സ്. ഇത് എന്തിനാണെന്നറിയോ? ബോഡിയിൽ വാട്ടറിന്റെ അളവ് കുറക്കാൻ വേണ്ടി ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ ഇവർ ഉപയോഗിക്കും. ചില ഹോർമോണുകൾ എടുക്കാറുണ്ട്. കനാബിനോയിഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കഞ്ചാവ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെയും എടുക്കും. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഒരു സാധനത്തിനോടുള്ള താല്പര്യം, ഡിപ്പെൻഡൻസോ. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ചില വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. ഇത് കിട്ടിയില്ലെങ്കിൽ വിത്ഡ്രോവൽ സിംറ്റം വരുന്ന അവസ്ഥയാണ് നമ്മൾ ഡിപ്പെൻഡൻസ് എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ദാറ്റ്സ് ഓൾ അബൌട്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഞാൻ പറയാത്ത പോർഷൻസ് ഉണ്ടോ? യെസ്, ദർ ആർ സം സ്മോൾ ഏരിയാസ്.
ബട്ട് ദ ചാൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ലെസ്. ഓക്കെ, ദെൻ ഒറ്റ കാര്യം കൂടി പറയാം, ആൽക്കഹോൾ അബ്യൂസ് അല്ലെ. ആൽക്കഹോൾ അബ്യൂസിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയുക, ലിവർ സിറോസിസ്. ഓക്കെ, ലിവർ അടിച്ചു പോകും. നമ്മുടെ നാട്ടിലെ കിഡ്നി മാറ്റിവെക്കാൻ 8, 10, 12 ലക്ഷം രൂപ മാറ്റിവെക്കാൻ. ലിവർ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്ക് യുവർ 60 lakhs, 40 to 60 lakh നിങ്ങൾക്ക് വേണം. ജീവിക്കാൻ പറ്റില്ല മക്കളെ, നിങ്ങളുടെ ജീവിതം കൊളാവും, കുടുംബക്കാരുടെ ജീവിതം കൊളാവും. So every milliliter of alcohol is harm to your body. Okay, from 1 milliliter to 100 liter. എത്രയായാലും it's harmful to your body, your mind, your society, everything. Okay, so that's it. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So all the best.